Morning to everybody. English literature class standard 8, chapter 4, Arjun. Last part of it. I think about last class we are discussing at here 9, and the next part shall we start from here. K2 was a deep thought. He went to look up for his friends Penamari, Diga, Pidama to see if they could have a solution. The Kadivasi Veto, Argently Veto, Vishal Mauto, Ketu to Verbo. Vishal Mauto was in a Ketu in Kataka. Vishal Mauto and Ketu in the video of Kamiti land of King. I wonder Vishal Mauto Sarpanja, Panjay. About Argently, why is the Rasaman? Why do you the government in order? I would urgently veteran to the Ashe Vishala the needed urgently veteran. Other than government road for him. I would take Kato and the Putala bench. Putala and Banamani, Diga, Pidama. Our Kato very guard offer a solution. He proceeded in the Padiman or a കൂട്ടുകാരെ ഇതിന് മാറുന്നു. കാരണം വിശാലമാത പറയുന്നത് കേട്ടായിരിക്കും. വാട്ടേ എടുക്കാമെന്ന് കട്ട് ദ ട്രീ യു വെന്റ് ടു ജയിൽ, ഡോണ്ട് കട്ട് ദ ട്രീ യു സ്റ്റിൽ ഗോ ടു ജയിൽ. കണ്ടോ, വാട്ടേ പഠിക്കാൻ പ്രശ്നം, എന്തോ ഒരു പ്രശ്നമാണ്. മരം വെട്ടിയാൽ നീ ജയിക്കും, മരം വെട്ടിയില്ലേലും നീ ജയിക്കും. മരം വെട്ടിയില്ലേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിന്നെ ജയിക്കും. മരം വെട്ടിയില്ലെങ്കിൽ വിശാലമാത പറഞ്ഞ കേൾക്കാത്തതിന്റെ പേരിൽ പോലീസിന്റെ പിടിക്കും, പോലീസിന്റെ കോടതി ജയിലിക്കും. അതായത് വിശാലമാതക്കെതിരെ പ്രവർത്തിച്ചെന്ന് പറയുന്നു. അപ്പൊ രണ്ടായാലും ജയിക്കും. ദ പ്രോസ്പറസ് വില്ലേജ് ഓഫ് ബന്ദി പറയുന്നത് കേട്ടുള്ള ഫ്രണ്ട്സ് ആണ്. പ്രോസ്പറസ് വില്ലേജ് ഓഫ് ബന്ദിനി, ബന്ദിനി എന്ന് പറയുന്ന ഗ്രാമം പ്രോസ്പറസ് അഭിവൃദ്ധി പ്രാപിച്ച ഗ്രാമമാണ്. കാരണം എന്തുകൊണ്ടാണ്? ജനങ്ങൾ പാടുള്ളതുകൊണ്ടാണ്. Now it fell under the jurisdiction of the forest department. ഇപ്പോൾ ഈ ബന്ദിനി എന്ന് പറയുന്ന ഗ്രാമം ജുറിഡിക്ഷൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പാലകരുടെ വന വകുപ്പിന്റെ കീഴിൽ വരുന്നതാണ് ഈ ബന്ദിനി. അവിടെ എല്ലാം പ്രവർത്തിക്കുന്ന അധികാരം ആർക്കാണ്? ജുറിഡിക്ഷൻ എന്ന് പറയും. പോലീസ് സ്റ്റേഷൻ അതിർത്തിയുണ്ട്, പഞ്ചായത്ത് അതിർത്തിയുണ്ട്, പിന്നെ താലൂക്കുകൾ അതിർത്തിയുണ്ട്, ഡിസ്ട്രിക്റ്റ്. അപ്പൊ നിങ്ങൾ ജുറിഡിക്ഷൻ അവിടുത്തെ എന്തുകൊണ്ടാലും അവിടുത്തെ പോലീസുകാരോ അവിടുത്തെ പഞ്ചായത്തുകാരോ ഇടപെടുന്നത്. അപ്പുറമാണെങ്കിൽ അപ്പുറത്തെ, അതാണ് ജുറിഡിക്ഷൻ. ഓരോരുത്തർക്കും ജുറിഡിക്ഷൻ വെച്ചിട്ടുണ്ട്, അതായത് എവിടെ വരെ പ്രവർത്തിക്കണം. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോഴ്സ് ദ ഷാബാസ് ഡിഡ്ന്റ് ഹാവ് എനി ക്ലെയിമിംഗ്. ഷാബാസ് എന്ന് പറയുന്ന വംശജാതിക്ക് ഇത് ക്ലെയിമും ഇല്ല. കാരണം അവർക്ക് ഒന്നും ആരോടും ചോദിക്കാൻ കഴിയാത്ത അവസ്ഥ. ആഫ്റ്റർ മച്ച് കണ്ടംപ്ലേഷൻ ജിഗാസ്, ഒത്തിരി നേരത്തെ ഗാഠമായ ചിന്തയ്ക്ക് ശേഷം ദിഗ ഒരു കാര്യം പറഞ്ഞു. സോ വൈ ഷുഡ് യു ഓൾവേസ് why should the Shabbas get trapped in the parts and work to tell the others after they told the will of God? അപ്പോൾ ചോദിച്ചു, ദിഗ ചോദിച്ചു, നമ്മൾ ഷാബാസ് മാത്രം പിടിയിൽ ഇടപെട്ട കാര്യമാണ്. വിശാഖത്ത് പറയുന്നു തടിവെട്ടു, തടിവെട്ടി കണ്ടത് അറിയുന്നു. അത് മുഴുവൻ മറ്റേ മിഥുനാഥോട് കൊണ്ട് അർപ്പിച്ച് നമ്മളതിന് കെണി എടുക്കുന്നു. ഈ കെണി മുഴുവൻ ഇതിന് ഷാബാസ്. ഞാൻ എല്ലാ ഷാബാസും എന്ന് പറയാൻ പോകും. വിശാഖത്തോ കേട്ടോരോട് പറഞ്ഞു അർജുനത്തി വെട്ടണം. എല്ലാവരും തീരുമാനിക്കട്ടെ, ഞാൻ പോയി പറയാൻ പോവാം. കാരണം എല്ലാവരും അർജുനത്തെ എല്ലാവരും അർജുനത്തെ ബഹുമാനിച്ചു. അതുകൊണ്ട് അർജുനത്തി വെട്ടാനായിട്ട് ആരും സമ്മതിക്കുന്നില്ല. ഞാൻ പോയി എല്ലാ വില്ലേജസ് എന്ന് പറയാം, എല്ലാ ഷാബാസും പറയാൻ പോവാം. തീരാമറാസ്തർ അവലോകം അർജുനത്തിന്റെയും ഗാർഡിയൻസ്. എത്ര കാലം ഈ അർജുനയെ നമുക്ക് ഇവിടെ നിർത്താൻ സാധിക്കും? വൺ ഈസ് എൻഡേഞ്ചേർഡ് ഫോറസ്റ്റ്. ഈ മരം ഈ കാട്ടിലുള്ള ഏക വലിയ മരം, കാരണം ബാക്കിയെല്ലാം വെട്ടിക്കും. ആൻഡ് അവർ ടു ഫാമിലീസ് ചിൽഡ്രൻ ഓഫ് ദ ഫോറസ്റ്റ് മഹത്വ പാടിച്ചത് വിളിച്ചു. കാരണം മഹത്വ നമുക്ക് വിശാലമാത്ര നമുക്ക് വീടുകൾ നൽകിയത്. പക്ഷെ വിശാലമാത്ര പറയുന്നതിന് എതിരായിട്ട് എത്ര നിൽക്കാൻ പറ്റും? വാട്ട് ക്യാൻ വി ഡു? എവരിത്തിങ് ബിലോങ് ടു വിശാൽ ബാബു. എല്ലാവരും വിശാൽ ബാബു രാംബാബു പറയുന്നത് എടുക്കാം. കാരണം അവര് ഐ വിൽ ബിൽഡ് ദ ഹട്ട്സ് ഈ ബിലീവ്. അപ്പൊ പിതാവ് പറഞ്ഞു, ഞാൻ വിശാലമാത്ര
അല്ലെങ്കിൽ രാംബാബു പറഞ്ഞതുപോലെ അവർ വീടൊന്നും ശരിയാണ്, എനിക്ക് അവരുടെ വീട് വേണ്ട, ഞാൻ വീട് കിട്ടും ഉണ്ടാക്കും. അപ്പൊ പിന്നെ വിശാൽബോധം ഒന്നും അല്ലല്ലോ. അവിടെ വിശാൽബോധം പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. ഈ ലീവ് കണ്ടത് അർജുൻ ട്രീ. നമുക്ക് വിശാൽബോധം വീട് തരുന്നതിന് മുമ്പ് നമ്മൾ ഈ അർജുൻ മരത്തിന്റെ തണലിലല്ലേ ജീവിച്ചത്, പിന്നീടല്ലേ നമുക്ക് വീടൊക്കെ വന്നത്. അതുകൊണ്ട് നമ്മൾ അതുപോലെ പോകും. നമ്മള് നമ്മുടെ കുടിൽ കിട്ടാൻ വേണ്ടി ലാൻഡ് തന്നത് വിശാൽബോധയാണ് എന്നതുകൊണ്ട് വിശാൽബോധം പറഞ്ഞ എഴുതണമെന്നില്ല. വിശാൽബോധം വീട് നമുക്ക് വേണ്ട, നമ്മള് വേറെ കിട്ടും. Within the Shangal's complete for shelter and conservation after Halda went the Shangis. Shangis എന്ന് പറഞ്ഞാൽ തടിയുണ്ടാക്കുന്ന ചെറിയ കുടിലുകളാണ്. ഒരിക്കൽ നമ്മൾ ഓർക്കുന്നില്ലേ, നമ്മളുടെ ശാന്തീസുകൾ കുടിലുകളെല്ലാം വേണായപ്പോൾ അഗ്നി കയറിയപ്പോഴത്തേക്ക് ആരാ നമുക്ക് തടിയൊക്കെ കൊണ്ട് തന്നത്? നമുക്ക് തടിയൊക്കെ കൊണ്ട് തന്നത് ഹൽദാറല്ലേ. One by one, there began to record stories about Arjun. അർജുൻ മരത്തെ കുറിച്ചുള്ള സംഭവങ്ങളെല്ലാം ഇവർ ഓർത്തെടുക്കുന്നുണ്ട്. ഇത്ര കാലം ഈ അർജുൻ മരം നമ്മളെ കാത്തിഷ്ടത. Each one realized that their lives and fate were intrinsically linked with that of the Arjun. കണ്ടോ, ഓരോരുത്തർ ഓർത്തു. Each one realized that their lives and അവരുടെ ജീവിതവും അവരുടെ വിധിയും ഈ അർജുൻ മരവുമായിട്ട് കെട്ടുവിടഞ്ഞ് കിടക്കും. വേർതിരിക്കാൻ പറ്റാത്ത പോലെ കെട്ടുകിടക്കും. കാരണം ഇവരുടെ ജീവിതമാണ്, ഇവരുടെ ജീവിതത്തോളം പഴക്കമുണ്ടില്ല. അർജുനന് എത്ര കാലം പഴക്കമുണ്ടെന്നറിയില്ല. അവർ ജനിച്ചു വന്നപ്പോൾ ഓർമ്മച്ച പോലെ അവർ അർജന്റീന കാണുന്നു. എല്ലാവരും അർജന്റീനയെ വന്ന് പൂജിക്കുന്നു. ആ മരം വെട്ടുകാരൻ പറഞ്ഞ് അതിനെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റുക. സൊസൈറ്റി ആൻഡ് സിസ്റ്റം ഹാർഡ് കണ്ടിന്യൂലി പെർസിക്യൂട്ടഡ്. സൊസൈറ്റി ആൻഡ് സിസ്റ്റം, സമൂഹ രീതികളും തങ്ങളെ പീഡിപ്പിക്കുകയാണ്. ഇവിടുത്തെ രീതികളെല്ലാം കണ്ടാൽ പീഡിപ്പിക്കുക. മഹത്വം പറയുന്നത് കേട്ടോ, വീട്ടില്ലെങ്കിൽ മഹത്വം ചെയ്യില്ല. നമുക്ക് ആർക്കും സംഭവമായിട്ടൊന്നും പറയാൻ പറ്റില്ല. എക്സ്പ്ലോയിറ്റഡ് ആൻഡ് ഓൾമോസ്റ്റ് ഒബ്ലിറ്റേറ്റഡ്. എക്സ്പ്ലോയിറ്റഡ് ചൂഷണീയാണ്. ഒബ്ലിറ്റേറ്റഡ് തീർത്തും നമ്മളെ നീക്കി ഈ ഭൂമുഖത്ത് നിന്ന് ശാപാവ് പറയുന്ന സമുദായത്തെ നീക്കാനായിട്ടാണ് മഹത്വം കൂടുതൽ ശ്രമിക്കുന്നത്. ഞാൻ ഒരു സേഫ് ഫീൽഡ് അവൈലബിൾ അർജന്റീന. അതേ രീതി തന്നെ ഇപ്പൊ അർജന്റീനയ്ക്ക് ഉണ്ടാക്കുക. അർജന്റീന ഇവിടുന്ന് വെട്ടിമാറ്റി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ ഗ്രാമത്തിൽ ബന്ധതി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഒരു കാടുണ്ടായിരുന്നു. ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. നാളെ ചരിത്രം ലോകം അറിയിക്കില്ല. അപ്പോൾ തങ്ങളുടെ വംശത്തെ തുടച്ചു നീക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഈ അർജന്റീന വെട്ടുക എന്ന് പറയുന്നത്. ഇത് നിസ്സാര കാര്യമായിട്ട് കാണാനായിട്ട് പറ്റില്ല. തങ്ങളുടെ എക്സിസ്റ്റൻസിന്റെ സിമ്പൽ, തങ്ങളിവിടെ ജീവിച്ചിരുന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ അർജന്റീന. ഈ അർജന്റീന വെട്ടിക്കളഞ്ഞാൽ എത്ര വർഷം പഴക്കമുള്ള. അതുകൊണ്ട് അവർ ചിന്തിക്കുകയാണ്, വിശാൽ ബാബു ഈ മസ് കളക്ട്. നമുക്ക് വിശാൽ ബാബുവിൽ ചെന്ന് പണം എടുക്കും അർജന്റീന വെട്ടാതെ കൊണ്ട് യുവിൽ കട്ടിയാൻ പോകണം. ഫായ്ക്ക് കൃഷിപ്പിക്കുന്ന ഈ മരം വെട്ടാൻ 5 പേരുണ്ട്. കാരണം ഇത് നല്ല മരം വെട്ടുകാരാണ്. നമുക്ക് പോയി 100 രൂപ ചോദിച്ചാൽ against the backdrop of the deep sky, the majestic object tree stood with his feet, guardian of the village, keeping vigil from its lofty post. Guardian means രക്ഷാധികാരി. നിങ്ങളെ കുട്ടികൾക്ക് ഇവിടെ അച്ഛനമ്മ ഇല്ലെങ്കിൽ വെല്ലുവിളിയാണെങ്കിൽ അവർക്കുള്ള ഗാർഡിയൻ എന്ന് പറയുന്നത് രക്ഷാധികാരി. ഫാദർ മുതൽ വരുന്നത് അവര് ഗ്രാൻഡ് പേരൻസ്. അപ്പൊ അവർക്ക് രക്ഷാധികാരി എന്ന് പറയും. ഇപ്പൊ കുട്ടികളുടെ രക്ഷാധികാരി ഗാർഡിയൻ മീൻസ് നമ്മളെ കാത്ത് നമ്മളെ നോക്കുന്നവര്, വെച്ചിരിക്കുന്നവര്. ഈ മരം ഈ വില്ലേജിന്റെ രക്ഷാധികാരിയാണ്. മാത്രമല്ല കീപ്പിംഗ് വില്ല്, സൂക്ഷ്മതയോടെ നമ്മളെ എല്ലാത്തിനും രക്ഷിക്കുന്നത്, ശ്രദ്ധയോടെ നമ്മളെ സൂക്ഷിക്കുന്നത് ഈ മരമാണ്. Once upon a time, this land used to be guarded by hundreds of leafy sentinels. ഒരിക്കൽ ഒരു കാലത്ത് ഈ മരം സ്വയം കാവൽക്കാരനായി നിൽക്കാൻ പാടില്ല. കാരണം സെന്റിനൽ മീൻസ് കാവൽക്കാർ, പട്ടാളമായിട്ട് മാറി. നമ്മളെല്ലാം കാത്തുസൂക്ഷിച്ചത് ഈ മരമാണ്. 1 by 1 they disappeared, leaving no trace. അവസാനം നമുക്ക് 100 കണക്ക് ഇതുപോലത്തെ മരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം വെട്ടി അവസാനം ഒരു മരം മാത്രമേ അവശേഷിക്കുള്ളൂ. ഇലകൾ വെട്ടിയാൽ ബന്ധിതി എന്ന് പറയുന്നത് കാടായിരുന്നു. അത് ശാബാസിന്റെ വാസസ്ഥലമാണെന്ന് ലോകം തിരിച്ചറിയില്ല. ഈ ലാൻഡ് വേണ്ടി മത്സരിക്കാനോ നമ്മളെ ഓടിക്കാനുള്ള ശ്രമമാണ് ഈ മരം വെട്ടുന്നത്. ഓൾറൗണ്ട് വീക്കം അപ്പോഴത്തേക്ക് കേട്ടു അതായത് ഡ്രമ്മുകളുടെ ശബ്ദം. ഡ്രമ്മുകൾ കാലത്തിനിടയ്ക്ക് ആരാ പോയി പറയുന്നത് പിതാമര പറഞ്ഞു. ഞാൻ പോയി അല്ല ദിഗ പറഞ്ഞു. ഞാൻ പോയി ഗ്രാമീണ ദിഗാപുരം പോയി. അവനിത് ഗ്രാമീണ അറിയിച്ചു. ഗ്രാമീണ ശാബാസിനെല്ലാം വാദ്യമേളങ്ങളോടുകൂടെ വരാൻ തുടങ്ങി.
അപ്പോൾ സ്ട്രെയിൻസ് ഓഫ് ദ നാഗരി, സ്ട്രെയിൻസ് ഓഫ് ദ സ്ട്രെയിൻസ് സംഗീതം. നാഗരി എന്ന് പറയുന്നത്, നഗര എന്ന് പറയുന്നത് ഒരു വാദ്യമേളമാണ്. അവിടെ ഒരു ചെണ്ട, ആ ചെണ്ടയുടെ പാട്ട് കേൾക്കാൻ ടുട്ടു പൊട്ടിക്കൊണ്ട് വരാൻ തുടങ്ങി. അജിറ്റേറ്റഡ് വലിയൊരു ക്രൗഡ്, ഹ്യൂജ് ക്രൗഡ്, ഒരു വലിയ ജനക്കൂട്ടം തമ്പേർ കൊണ്ടിട്ടുണ്ട്, താളം ഇട്ടുകൊണ്ട് വരാനായിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ വിശാഖത്തേക്ക് എന്ത് ചെയ്ത് അജിറ്റേറ്റഡ്, അസ്വസ്ഥനായി ഇതിന്റെ ശബ്ദം കേട്ടപ്പോൾ. കാരണം അയലത്തിൽ വേണ്ടി മല വെട്ടി ലോറി കയറിക്കൊണ്ട് കടത്താനായിട്ടാണ് ശ്രമിച്ചത്. യുവമാരെ കൊണ്ട് വെട്ടിപ്പിക്കാനാണ്. A huge crowd gathered. The trunk was covered with the akanda flowers. Akanda എന്ന് പറയുന്ന ഒരു പൂവാണ്. ഒരു പൂവിന്റെ പൂക്കളെ കൊണ്ടുവന്ന് ഈ ആദ്യത്തെ മുഴുവൻ ആരംഭിച്ചു. അതിന്റെ എല്ലാ തടികളെ വെളിച്ചില്ല പൂക്കൾ കൊണ്ട് നല്ലതായിട്ട്. അപ്പൊ അത് വിശാലമായി ചോദിച്ചു, വാട്ട് ഈസ് ഹാപ്പൻഡ്? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പെരിമീറ്റർ എഡ്ജ് അഗ്രൻ. അപ്പൊ ഈ മരത്തിന്റെ അകത്തിൽ അവിടെ നിന്നുകൊണ്ട് വിശാലമാവുന്ന ഈ ക്രൗഡിനോട് ചോദിച്ചു, എന്താണ് പുള്ളിയുടെ സൈക്കിളെ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഗ്രാമദേവത അനുഭവിച്ചു. ഹരിദാർ പറഞ്ഞു, ഗ്രാമദേവത പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നു. ഗ്രാമദേവത എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിന്റെ ദേവത, ഗ്രാമത്തിന്റെ ദൈവം. ഗ്രാമത്തിലെ ദേവത പ്രത്യക്ഷപ്പെട്ടു. ആർക്ക് പ്രത്യക്ഷപ്പെട്ടു? വാട്ട് ഈസ് ഈ ബിഗോട്ടൻ ഫെലോ സൈസ്? ആര് പറഞ്ഞിട്ടാ? ദിഗ ഹാഡ് എ ഡ്രീം. കണ്ടോ, നമ്മുടെ ദിഗയ്ക്ക് ഒരു സ്വപ്നമുണ്ടായി. ആ സ്വപ്നത്തിൽ യു പുട്ട് ദി മണി ഇൻ ദ ഡ്രീം ആൻഡ് ഇൻസ്പെക്ടഡ് ഇൻ ദി ബിൽഡ് കോൺക്രീറ്റ് ബേസ് അറൗണ്ട് ദ ട്രങ്ക്. കേട്ടോ, ആ സ്വപ്നത്തിൽ പറഞ്ഞു, എന്താ കോൺക്രീറ്റ് ബേസ്? ആൽത്തറ. ഈ അർജുനക്ക് ചുറ്റിനും തറ കിടന്നു. ആൽമരങ്ങളിലെ ഒരു അമ്പലങ്ങളിലൊക്കെ ആൽത്തറയിൽ അദ്ദേഹം മരിച്ചിരിക്കുന്നുണ്ട്. തറ കിടന്നു. എന്നിട്ട് ഓഫറിങ് ഈ അർജുൻ മരത്തെ പൂജിക്കണമെന്ന് ഈ ഗ്രാമത്തിലെ ദേവത സ്വപ്നത്തിൽ പ്രത്യക്ഷനായിട്ട് നമ്മുടെ ദേവിയോട് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ഈ മരത്തെ പൂജിക്കാനാണ്. ഞങ്ങൾ ഈ മരത്തിന് ചുറ്റും ആൽത്തറ കെട്ടാൻ പോവാ, കെട്ടിയിട്ട് ഇവിടെ പൂജ അർപ്പിക്കാൻ പോവാ. കാരണം ഈ ഗ്രാമത്തിലെ ദേവതയുടെ നിർദ്ദേശമാണ്. ആരോട് പറഞ്ഞു? ദിവ്യയോട് സ്വപ്നത്തിൽ പറഞ്ഞു. പീപ്പിൾ ഫ്രം ഓൾ ട്രൈബ്സ്, ശാന്താൻ, ഏരിയ, ഷോളിഷ്, ഭൂമിജി, എല്ലാ ട്രൈബിലുള്ള ശാന്തന്മാരും ഏരിയമാരും ഷോകളും ഭൂമിജി എല്ലാം ഒത്തുകൂടി അവിടെ എല്ലാവരും കയറി. കേട്ടോ, ഇവിടെ ഈ അഗ്നിമരത്തിന് ചുറ്റും അവരാൾക്കാർ കെട്ടി. അടുത്ത ഡ്രമ്മും മുഴുവൻ പൂക്കളാൽ ആരംഭിച്ചു. അവരെല്ലാം പൂക്കൾ കൊണ്ട് അർപ്പിക്കാൻ തുടങ്ങി. അവസാനം എന്തെങ്കിലും സംഭവിച്ചു? അവര് ഈ അഗ്നിയെ പൂജിക്കാനായിട്ട് വന്നു. To the Gramdevata, Damdevata, yes, said the crowd. അപ്പോഴത്തേക്കിന് there is practically a mela. അവിടെ ആളുകൾക്ക് മേള, ഉത്സവം തന്നെ. എല്ലാവരും ഉത്സവ പ്രതീതിയായി. എല്ലാവരും ഭയങ്കര താളം അടിക്കാൻ തുടങ്ങി, വന്ന് മരത്തെ വന്ന് പൂജിക്കാൻ തുടങ്ങി, ഓഫറിംഗ് ചെയ്യാൻ തുടങ്ങി. വിശാൽ സ്റ്റെപ്പ് ഫോർ ടേസ്റ്റ് ഫുൾ ഫ്ലേവർ ഓഫ് ഹിസ് ഡിഫീറ്റ്. വിശാൽ മനുഷ്യനെ താൻ തോറ്റുപോയി. ഇനി മരത്തെ തൊടാൻ പറ്റത്തില്ല. കാരണം ഈ മരം ദേവത പറഞ്ഞിരിക്കുന്നത് ഇത് ആൽത്തറ കെട്ടി പൂജിക്കണം. ആൽത്തറ കെട്ടിക്കഴിഞ്ഞു ആളുകളെല്ലാം വന്ന് പൂജിക്കുന്നത്. ഇനി തനിക്ക് ഈ മരം കെട്ടാൻ പറ്റില്ല. പാട്ടയെ അപ്പത്തേക്കിന് വിശാൽ പറഞ്ഞു, അവൻ എന്തോ ഒരു സ്റ്റുപ്പിടാ, ഞാൻ അവൻ്റെ മരം കെട്ടാൻ പറ്റുന്ന എല്ലാവരും പറഞ്ഞ് ഈ പരുവത്തിലാണ്. അപ്പോൾ കേട്ടു തന്നെയാണ്. അവന് സന്തോഷമുണ്ട്, മാനിയാക്കുന്നുണ്ട്. പ്രാന്തനെ പോലെ അവിടെ കിടന്നത് തുള്ളിച്ചാടാൻ തുടങ്ങി. അവനവിടെ നൃത്തം ചെയ്യാൻ തുടങ്ങി. കാരണം ഈ മരം വെട്ടേ പോകുന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ കേട്ടു വലിയ സന്തോഷമുണ്ടായി. വിശാൽ was really afraid. This tree, the people he know them very well and they seemed like strangers to him. അപ്പോൾ അന്ന് വിശാലിന് ഈ മരം കൊണ്ട് അപരിചിതപ്പെടുത്തുന്നു. ആളുകൾ അപരിചിതപ്പെടുത്തുന്നു. ഇനി മരത്തെ കൈവെക്കാൻ പറ്റില്ല. മരത്തെ കൈവച്ച് ഈ ആളുകളെല്ലാം കൂടെ തന്നെ വെച്ചേക്കത്തില്ല. ഫിയർ, അൺകോംപ്രഹെൻഡിങ് ഫിയർ. എവിടെ നിന്നോ വലിയ ഒരു പേടി വിശാലിനോട് തന്റെ സ്വപ്നങ്ങളൊന്നും നടക്കുന്നില്ല. അത് ഈ ജനം ഇതെല്ലാം മനസ്സിലാക്കിയിട്ടില്ല. ഇനി തൊടാൻ പറ്റില്ല. End of the class. The next day you get the notes. So you watch the video. I think about we send 3 parts. You watch 3 parts. Write the notes. And we have one more lesson for the examination. This poem. Okay. And